നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഹിന്ദുക്കൾ ഭയവും വെറുപ്പും ഉണ്ടാക്കുന്ന അക്രമികളാണെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ. ലോക്സഭയിലെ കന്നി പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ മോശം പെരുമാറ്റവും വാക്കുകളും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് എതിർത്തു. മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമികളെന്ന് വിളിക്കുന്നത് ഗൗരവകരമായ പ്രശ്നമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിന് മറുപടി നൽകി. സിഖുകാരെ കൂട്ടക്കൊല ചെയ്യുകയും അടിയന്തരാവസ്ഥ നടപ്പാക്കി ഭരണഘടനയെ തകർക്കുകയും ചെയ്ത പാർട്ടിയുടെ നേതാവിന്റെ ഹിന്ദു വിരുദ്ധ പരാമർശം പിൻവലിക്കണമെന്നും രാഹുൽ മാപ്പ് പറയണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രസംഗത്തിന്മേൽ നടന്ന നന്ദിപ്രമേയ ചർച്ചയിൽ തരംതാണ ഭാഷയിൽ പരിഹാസം നിറഞ്ഞ വാക്കുകളും പ്രതിപക്ഷ നേതാവിന് യോജിക്കാത്ത പരാമർശങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ഹിന്ദുക്കളെന്ന് പറയുന്നവർ സംഘർഷവും വെറുപ്പും മാത്രം ഉണ്ടാക്കുന്നവരാണെന്ന രാഹുലിന്റെ പരാമർശം വിവാദമായതോടെ താൻ ഉദ്ദേശിച്ചത് മുഴുവൻ ഹിന്ദുക്കളെ അല്ലെന്നും BJPക്കെതിരെയാണെന്നും പറഞ്ഞ് ന്യായീകരിച്ചു. ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയാണ് BJPയോ നരേന്ദ്രമോദിയോ RSSോ അല്ല ഹിന്ദു സമൂഹം. ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി മുമ്പുണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള നാടകങ്ങളും രാഹുൽ സഭയിൽ നടത്തി. രാഹുലിന്റെ ഹിന്ദു വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയ അമിത്ഷാ കോടിക്കണക്കിന് പേരാണ് ഹിന്ദുക്കളായതിൽ അഭിമാനിക്കുന്നതെന്നും രാഹുൽ പറയുന്നത് അവരെല്ലാം ആക്രമണകാരികളാണെന്നും ചൂണ്ടിക്കാട്ടി. 1975 ഭരണഘടന തകർത്ത് രാജ്യം മുഴുവൻ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയവരും 1984 ആയിരക്കണക്കിന് സിഖ് ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്തവരുമാണ് കോൺഗ്രസ്. സംഘർഷരഹിത സമൂഹത്തെപ്പറ്റി പറയാൻ രാഹുലിന് അവകാശമില്ല. ഹിന്ദുക്കളെ അക്രമികളാക്കി ചിത്രീകരിക്കുന്ന രാഹുൽ മാപ്പ് പറയണം. ആക്രമണത്തെ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെടുത്തി പരാമർശിക്കുന്നത് തെറ്റാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി. രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങൾ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു മതത്തെയും ഉദാഹരണമാക്കി പ്രസംഗിക്കാൻ രാഹുലിന് ആരാണ് അധികാരം നൽകിയെന്നും മറ്റു മതങ്ങളെ ഉദ്ധരിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തുമോ എന്നും മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ചോദിച്ചു. ലോക്സഭയിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പരിപാടിയാണ് രാഹുൽ നടത്തിയെന്നും കങ്കണ റാവത്ത് പരിഹസിച്ചു. പാർലമെന്റിൽ ഹിന്ദുക്കളെയും ഹിന്ദു സംസ്കാരത്തെയും അപമാനിച്ച രാഹുൽ മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഹിന്ദുക്കൾ എല്ലാവരും അക്രമകാരികളും അസത്യപ്രചാരകരുമാണെന്നാണ് രാഹുൽ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ഹിന്ദുക്കളുടെ മേൽ കുതിര കയറുകയാണ് രാഹുൽ. ഭഗവാൻ പരമശിവനെ അവഹേളിക്കുന്ന പ്രവൃത്തിയാണ് രാഹുൽ പാർലമെന്റിൽ നടത്തിയത്. ചിന്മുദ്ര സങ്കല്പത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കോൺഗ്രസ് വികലമാക്കി അവതരിപ്പിക്കുകയാണ്. ഹിന്ദു ദൈവങ്ങൾ കയ്യിൽ ആയുധമേന്തിയത് ധർമ്മം സംരക്ഷിക്കാനാണ്. എന്നാൽ രാഹുൽ എല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ശ്രീരാമൻ ജനിച്ചതിന് തെളിവില്ലെന്ന് സുപ്രീം കോടതിയെ സത്യവാങ്മൂലം കൊടുത്തവരാണ് രാഹുലിന്റെ പാർട്ടിക്കാർ. വർഗീയവാദികളെ പ്രീണിപ്പിക്കാനാണ് രാഹുൽ ഹിന്ദുക്കളെ അവഹേളിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.